Hi dears, NEET Phase-2 ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ ഫിൽ ചെയ്യാമെന്ന് നോക്കാം. ഓരോന്നും സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കുട്ടികളെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പുറത്ത് കഫേയിലൊന്നും പോകണമെന്നില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അറിയാമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഒരു ഡോക്യുമെന്റ്സ് കാര്യങ്ങളും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട. നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി, നേരത്തെ NTയുടെ സൈറ്റിൽ നിന്നും പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഡോക്യുമെന്റ്സുകൾ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പല കുട്ടികൾക്കും സംശയമുണ്ട്, EWS സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുകളോ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ട. നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ജെൻഡർ, നാഷണാലിറ്റി, ഇമെയിൽ അഡ്രസ്, കാറ്റഗറി, സബ് കാറ്റഗറി, അതുപോലെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫേസ് 2-ൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ കാര്യമായിട്ട് വരുന്നത് +2ന്റെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് CBSE സ്റ്റേറ്റ് സിലബസ് ആണ്. എങ്ങനെ ഫിൽ ചെയ്യാമെന്ന് നമ്മൾ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കുട്ടികളെ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ കയറി ഇവിടെ താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്ഷൻ ഫേസ് 2 എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി പിന്നും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. അതായത് രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റഡ് ആണ്, ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റഡ്, അപ്ലോഡ് ഡോക്യുമെന്റ്സ് കംപ്ലീറ്റഡ് ആണ്, ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ പൂർത്തിയായ കുട്ടികൾക്ക് മാത്രമേ ഫേസ് 2 ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ 4 കാര്യങ്ങളും കംപ്ലീറ്റഡ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് ഉണ്ടാവുന്നത്. ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. എല്ലാവരുടെ സ്റ്റാറ്റസും ഇതേപോലെ ആയിരിക്കും. ഇനി ഇവിടെ കറക്ഷൻ കം ഫില്ലിംഗ് ഓഫ് ഫേസ് 2 ആപ്ലിക്കേഷൻ ഫോം പെർട്ടിക്കുലേഴ്സ് ഉണ്ട്. ഈ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ കുട്ടികളെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത് ഇത് ഒറ്റ പ്രാവശ്യമേ നിങ്ങൾക്ക് നൽകുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ യാതൊരു അവസരവും ഉണ്ടാവുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം എല്ലാ കുട്ടികളും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇതൊരു ഫൈനലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഫൈനലൈസ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ളത്. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് തെറ്റു പറ്റാതെ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് അതായത് ഫേസ് 1, അതായത് നിങ്ങളുടെ ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു നിങ്ങൾ എക്സാം എഴുതിയ കുട്ടികൾ, അതായത് ഫീസ് അടച്ച് എക്സാം എഴുതിയ കുട്ടികൾക്കാണ് ഫേസ് 2 ഫില്ല് ചെയ്യാനുള്ള, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇത് അയച്ചിട്ടുള്ളത്. യാതൊരു ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫേസ് 2-ൽ നിങ്ങൾ പേ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കറക്ഷനും കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾ ഒരു പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അതായത് റിവൈസ്ഡ് കൺഫർമേഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ പേജും പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപ്പൊ കുട്ടികളെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ ഉപയോഗിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി, ആ നമ്പറിന്റെ അകത്തേക്ക് നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും. ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ വരുന്നതായിരിക്കും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് ഫോർ കറക്ഷൻ എന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ കുട്ടികളെ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്കാണ് വരുന്നത്. നിങ്ങളുടെ നെയിം ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ നോക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക, ജെൻഡർ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നാഷണാലിറ്റി ഇതിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ഇപ്പൊ കുട്ടികളെ നാഷണാലിറ്റി ഇനി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് NRI കോട്ടയിലൊക്കെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ NRI കോട്ടയിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ നാഷണാലിറ്റിയിൽ മാറ്റം വരുത്താവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ NRI സ്റ്റാറ്റസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ 12ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏത് സ്റ്റേറ്റിലാണെന്ന് അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കാറ്റഗറി ഇവിടെ നോക്കുക. പല കുട്ടികളുടെയും ഇനി കുട്ടികളെ കാറ്റഗറി ഇവിടെ ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ ജനറൽ ആണെങ്കിൽ ഒക്കെ ജനറൽ കൊടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ റിസർവേഷൻസ് ഏതാണോ ഉള്ളത്, അതായത് നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, തഹസിൽദാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജനറൽ EWSO സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മാറ്റാവുന്നതാണ് നിങ്ങളുടെ കാറ്റഗറി. നിങ്ങളുടെ അഡ്മിഷന്റെ സമയത്ത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഒരു ഡോക്യുമെന്റ്സുകളും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇതിലില്ല. നോൺ ക്രിമിലിയർ ആയാലും SC/ST SC/STയുടെ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ട. EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കാരണത്താൽ നിങ്ങൾ ജനറൽ എന്ന് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട റിസർവേഷൻ ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനി അഥവാ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ
നോൺ ക്രിമിലിയറോ അല്ലെങ്കിൽ EWSO കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് മാറ്റാവുന്നതുമാണ്, ജനറലിലേക്ക് തന്നെ മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് അനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ അർഹതയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇത് മാറ്റാവുന്നതാണ്. അതുപോലെ PWD കാറ്റഗറി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലാത്തവരൊക്കെ തന്നെ നോ ആണ് കൊടുക്കേണ്ടത്. ആർ യു ഡയബറ്റിക്, ഇതിലൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ വരുന്നത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിലാണ് കുട്ടികളെ ചേഞ്ചസ് വരുത്താനുള്ളത്. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിൽ ശ്രദ്ധിക്കുക. ഇവിടെ 10ാം ക്ലാസ്സിന്റെയും 11ാം ക്ലാസ്സിന്റെയും 12ാം ക്ലാസ്സിന്റെയും എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് എങ്ങനെയാ കൊടുക്കാൻ നോക്കാം. അപ്പൊ കുട്ടികളെ ഇവിടെ 10th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ കുട്ടിക്കും അനുസരിച്ചുള്ള 10th ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ പാസ് സ്റ്റാറ്റസ് കൊടുക്കാം, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കാവുന്നതാണ്, ക്വാളിഫയിങ് എക്സാം കോഡ് ഏതാണ് 10th ഇക്വലന്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് പ്ലേസ് ഓഫ് സ്കൂളിംഗ് ചോദിക്കുന്നത് അർബൻ ആണോ റൂറൽ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൂറൽ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് റൂറൽ എന്ന് കൊടുക്കേണ്ടത്. കോർപ്പറേഷൻ ഏരിയയിലുള്ളവർ അർബൻ എന്നാണ് കൊടുക്കുന്നത്. അതായത് ടൗൺ ഏരിയയിലുള്ള കുട്ടികൾക്ക് അർബൻ എന്ന് കൊടുക്കാം. കുറച്ചും കൂടി ഗ്രാമപ്രദേശത്തിലുള്ള, അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉള്ള കുട്ടികൾ റൂറൽ എന്നും കൊടുക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്ന ടൈപ്പ് ഓഫ് സ്കൂൾ കോളേജ് ഏതാണ് ടൈപ്പ്, നിങ്ങൾ പഠിച്ച രീതിക്ക് അനുസരിച്ച് പ്രൈവറ്റ് സ്കൂളാണോ അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ അതേഴ്സ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങൾ എവിടെയാണോ, എയ്ഡഡ് സ്കൂളാണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് ആണ്, അപ്പൊ അത് ഫില്ല് ചെയ്യാവുന്നതാണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് കൊടുക്കുക. ഇനി സ്കൂൾ ബോർഡ്, ഇവിടെ നിങ്ങൾക്ക് CBSE-കാർക്ക് ആ ബോർഡ് ഉണ്ട്. അതത് ബോർഡുകൾ ഏതാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇവിടെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് റിസൾട്ട് മോഡാണ് കുട്ടികളെ. ഇവിടെയാണ് എല്ലാവർക്കും ഒരു സംശയം വരുന്ന സ്ഥലം. റിസൾട്ട് മോഡ് കൊടുക്കുമ്പോൾ ഞാൻ 2 രീതിയും പറയുന്നതാണ്. അതായത് CBSE-കാരാണെങ്കിൽ നിങ്ങൾ ഗ്രേഡ് പോയിന്റിൽ CGPA കൊടുക്കാവുന്നതാണ്. ഇനി SLC കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് മാർക്കിലും CGPA കൊടുക്കാം. പക്ഷെ മാർക്ക് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ കുട്ടികളെ ഇവിടെ 2 രീതിയിൽ പെർസെന്റേജ് CGPA സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ SLCയിൽ സാധാരണ സ്റ്റേറ്റ് ബോർഡിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയും കൊടുക്കാവുന്നതാണ്. പെർസെന്റേജിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ CGPA. അധിക കുട്ടികൾക്ക് മാർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ CGPA നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. CGPA ഇപ്പൊ ബോർഡിലെ കുട്ടികളാണെങ്കിലും CBSE-യിലെ കുട്ടികളാണെങ്കിലും ICSE-യിലെ കുട്ടികളാണെങ്കിലും സ്റ്റേറ്റ് സിലബസിൽ പരീക്ഷ എഴുതിയ കുട്ടികളാണെങ്കിലും CGPA കൊടുക്കാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് CGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CGPA കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട് കുട്ടികളെ. അതായത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ്, നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ സബ്ജക്റ്റുകൾ. നമുക്ക് SLC-യിൽ 10 സബ്ജക്റ്റുകളാണ് ഉള്ളത്. അപ്പൊ അത് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ CBSE-കാർ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എങ്ങനെ കിട്ടും? ഫുൾ A+ ഉള്ള കുട്ടിക്കാണെങ്കിൽ A+ന് 9 ആയിരിക്കും കുട്ടികളെ ഗ്രേഡ് പോയിന്റ് വാല്യൂ 9 ആണ്. എക്ക് എത്രയായിരിക്കും? ഇതെല്ലാ കുട്ടികൾക്കും അറിയാം. ഒരു പോയിന്റ് കുറച്ച് കാണിക്കുക. B+ന് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും A+കളുടെ എണ്ണം എത്ര, അതിനനുസരിച്ചിട്ട് ഇത് കൂട്ടി നോക്കേണ്ടതാണ്. A എത്ര, B+ എത്ര. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഫുൾ A+ ഉള്ള കുട്ടിക്കാണെങ്കിൽ 10 സബ്ജക്റ്റും A+ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓരോന്നിനും 9 കൂട്ടിയാൽ 10 × 9. അപ്പൊ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എത്രയായിരിക്കും? 90 ആണ് കിട്ടുന്നത്. ഈ രീതിയിലാണ് ഫുൾ A+ ഉള്ള കുട്ടിയുടെ CGPA കാൽക്കുലേറ്റ്. 10 × 9 90 കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ CGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതായത് 90 ഡിവൈഡഡ് ബൈ 10 ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആയിരിക്കും അവരുടെ CGPA ഒബ്റ്റെയിൻ ചെയ്തുള്ളത്. അപ്പോൾ ഓരോ കുട്ടിക്കും കിട്ടിയ മാർക്കിനനുസരിച്ച് എത്ര A+ ഉണ്ട് എത്ര A അനുസരിച്ചിട്ട് അവരുടെ TGPA കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ ഡിവൈഡഡ് ബൈ 10 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CGPA കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ലല്ലോ കുട്ടികളെ, ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി മാർക്കാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. SLC-യുടെ ടോട്ടൽ മാർക്ക് 1000-ലും ഫുൾ A+ ഉള്ള കുട്ടിക്കാണെങ്കിൽ 900 മാർക്കിലും നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ മാക്സിമം ഗ്രേഡ് പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ SLC-യിലെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് 9 ആയിരിക്കും മാക്സിമം ഗ്രേഡ് പോയിന്റ് വരുന്നത്. അതായത് A+ ആർക്ക് 9 ആണല്ലോ നമ്മൾ മാക്സിമം ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്. മാക്സിമം ഗ്രേഡ് പോയിന്റ് 9 കൊടുക്കുക. CGPA നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, എത്ര A+ ടോട്ടൽ TGP കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ബൈ 10. അപ്പൊ ഇവിടെ ഞാൻ 9 കൊടുത്തു. അപ്പൊ CGPA-യുടെ വാല്യൂ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. CGPA ഒബ്റ്റെയിൻ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ ഈ കോളത്തിൽ ഫിൽഡ് വരുന്നതായിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് കുട്ടികളെ ഓരോ കുട്ടിക്കും SLC ആണെങ്കിലും CBSE ആണെങ്കിലും ICSE-ലാണെങ്കിലും 10th മാർക്ക് നിങ്ങൾക്ക് CGPA-യിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ രീതിയിൽ കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്.
ഓക്കെ, ഇനി നമുക്ക് 11th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പാസ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരുപാട് കുട്ടികളുടെ സംശയമാണ്, CBSE-കാർക്ക് 11th ബോർഡ് എക്സാം നടന്നിട്ടില്ല, അവരെന്താ ചെയ്യേണ്ടതെന്നാണ്. അവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി. ഇപ്പൊ കുട്ടികളെ ഇവിടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുകളും കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ SLC പറഞ്ഞ പോലെ തന്നെയാണ്. ഇയർ ഓഫ് പാസിംഗ് കൊടുക്കാം, അതുപോലെ ക്വാളിഫയിങ് എക്സാം കോഡ് കൊടുക്കാം, പ്ലേസ് ഓഫ് സ്കൂളിംഗ് കൊടുക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, ഏത് ടൈപ്പ് ആണോ, CBSE അതായത് എയ്ഡഡ് ആണോ, പ്രൈവറ്റ് ആണോ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, ഏതാണോ നിങ്ങളുടെ ടൈപ്പ് അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് കൊടുക്കാം, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂൾ ബോർഡും സെലക്ട് ചെയ്യാണ്. CBSE-കാർക്ക് ബോർഡ് ഉണ്ട്, ICSE-യുടെ ബോർഡ് ഉണ്ട്, അതുപോലെ കേരള ബോർഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അത് കൊടുക്കുന്നതാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് കേരള സിലബസിലുള്ള, അതായത് സാധാരണ +2 സ്കൂളിലാണെങ്കിൽ, സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് റിസൾട്ട് മോഡ് നിങ്ങൾക്ക് പെർസെന്റേജിൽ കൊടുക്കാവുന്നതാണ്. CGPA വേണ്ട ആവശ്യമില്ല. അത് SLCക്ക് മാത്രം നിങ്ങൾ CGPA കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ മാർക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാവുന്നതാണ്. ഇപ്പൊ ബോർഡ് എക്സാം, അതായത് കേരള ബോർഡിൽ എഴുതിയിട്ടുള്ള കുട്ടികൾക്കാണ് പറയുന്നത്. CBSE-കാർ നോട്ട് അപ്ലിക്കബിൾ എന്ന് എഴുതിയാൽ മതി. ഇനി ഇവിടെ ടോട്ടൽ മാർക്സ് കുട്ടികളെ ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ മാർക്സ് നിങ്ങൾക്കുള്ളത് 520 ആണ് നിങ്ങളുടെ ടോട്ടൽ മാർക്സ്. അതിൽ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത് അതാണ് ഇവിടെ എഴുതേണ്ട ഒപ്റ്റെയിൻ മാർക്ക്. ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ പെർസെന്റേജ് വരുന്നതായിരിക്കും. നിങ്ങളുടെ റോൾ നമ്പർ, അതായത് രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ അകത്തുള്ള രജിസ്റ്റർ നമ്പർ എഴുതാം. സ്കൂൾ കോളേജ് നെയിം അഡ്രസ് എഴുതാവുന്നതാണ്. സ്കൂൾ കോളേജ് പിൻകോഡ് എഴുതാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പൊ കുട്ടികളെ 12th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. പാസ് സ്റ്റാറ്റസ് എല്ലാവരും CBSE-കാരും നമ്മുടെ കേരള ബോർഡിലുള്ള എക്സാം സ്റ്റേറ്റ് സിലബസ് എഴുതിയവരും പാസ്ഡ് ആണ് കൊടുക്കേണ്ടത്. ഇയർ ഓരോ കുട്ടിയുടെയും റിപ്പീറ്റ് ചെയ്യുന്നതും എങ്ങനെയാണോ ഓരോ കുട്ടിയുടെയും ഇയർ അനുസരിച്ച് ഇവിടെ ഫില്ല് ചെയ്യാം. ഇവിടെ ഇനി സംശയം ഉണ്ടാവും, ഇവിടെ കോഡ് 1 ഇനി ഉണ്ടാവില്ല. എല്ലാ കുട്ടികളും കോഡ് 2 ആണ് കൊടുക്കേണ്ടത്. അതായത് റിപ്പീറ്റേഴ്സ് ആയാലും റിസൾട്ട് വന്നവരായാലും 2019-ലും 20-ലും എഴുതിയ 21-ലും കുട്ടികളൊക്കെ തന്നെ കോഡ് 2 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പ്ലേസ് ഓഫ് സ്കൂളിംഗ് കൊടുക്കുക. ഏതാണ് ടൈപ്പ് ഓഫ് സ്കൂള്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സ്കൂൾ ബോർഡ്, ഏത് ബോർഡാണോ, CBSE-കാർക്കാണ് അതിന്റെ ബോർഡ് ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ ഓരോ കുട്ടിക്കും അനുയോജ്യമായിട്ടുള്ള ബോർഡുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുട്ടികളെ. ഇതിലെ ഡീറ്റെയിൽസ് നമ്മൾ പോകുന്നില്ല. ഇവിടെ പെർസെന്റേജിലാണ് മാർക്ക് കൊടുക്കേണ്ടത്. CGPA കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മാർക്ക് അറിയാവുന്നതാണ്. സെക്കൻഡ് ഇയറിൽ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ടോട്ടൽ മാർക്ക് 680 ആണ്. അവരുടെ ഒപ്റ്റെയിൻ മാർക്ക് എത്രയാണ് അത് നോക്കുക. പെർസെന്റേജ് ഓട്ടോമാറ്റിക് ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ റോൾ നമ്പർ കാര്യങ്ങൾ കൊടുക്കുക. സ്കൂൾ കോളേജ് നെയിം കൊടുക്കാവുന്നതാണ്. സ്കൂൾ കോളേജ് പിൻകോഡ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുള്ളതായിരിക്കും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കേണ്ടതാണ്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതാണ്. കറക്റ്റായിട്ട് സെക്കൻഡ് ഇയറിന്റെ മാത്രം കൊടുത്താൽ മതി. നേരത്തെ നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ചൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് മാറ്റി സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് ആ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നൽകേണ്ടത്. അപ്പൊ CBSE-കാർക്ക് 12th റിസൾട്ട് മാത്രമേ കൊടുക്കാനുണ്ടാവും. മറ്റേത് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പൊ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്കുകളും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്സിമം കിട്ടിയിരിക്കുന്ന മാർക്കാണ് എഴുതേണ്ടത്. ഇംഗ്ലീഷിൽ ടോട്ടൽ മാർക്സ് 100-ലായിരിക്കും ഉണ്ടാവുന്നത്. കെമിസ്ട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് 120-ലാണ്. സ്റ്റേറ്റ് ബോർഡിനാണ് ഞാൻ പറയുന്നത്. ഫിസിക്സിൽ 120 ആയിരിക്കും. ബയോളജിയും 120-ലായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൊടുക്കാം. ഇതുപോലെ CBSE-കാർക്ക് എത്രയിലാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യം കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പ്രസന്റ് അഡ്രസ്സിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ടിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എന്താണോ അത് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. മൊബൈൽ നമ്പർ എന്താണോ അതെല്ലാം അതുപോലെ അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ കുട്ടികളെ ഇവിടെ നിങ്ങളുടെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ്, ഇൻകം ഡീറ്റെയിൽസുകളാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. ഇത് ഓപ്ഷണൽ ആണ്. എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സെക്യൂരിറ്റി പിന്നുണ്ട്. ഇത് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ പ്രോസസ് പൂർത്തിയാവുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഡോക്യുമെന്റ്സുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് OBC നോൺ ക്രിമിനൽ ആയാലും EWS ആയാലും ഒന്നും തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല കുട്ടികളെ. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് തിരുത്തലുകൾ വരുത്താവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ SLCയുടെ മാർക്ക് നിങ്ങൾക്ക് CGPA കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ +1 മാർക്ക്
CBSE-കാരാണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് സെക്കൻഡ് ഇയറിന്റെ മാർക്ക് രണ്ടുപേരും, അതായത് CBSE-യിലും സ്റ്റേറ്റ് ബോർഡിലും അതർ ബോർഡിലും പഠിച്ച കുട്ടികളൊക്കെ തന്നെ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. മാക്സിമം CBSE-കാരുടെ മാർക്ക് 100-100-ലായിരിക്കും. സ്റ്റേറ്റ് ബോർഡിന്റെ കുട്ടികളാണെങ്കിൽ സബ്ജക്ട് ഇംഗ്ലീഷ് മാത്രം 100-ലും ബാക്കിയെല്ലാം 120-ലും മാർക്കാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കിട്ടിയ മാർക്കുകൾ കൊടുക്കാവുന്നതാണ്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായി അവിടെ ഫിൽ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നീറ്റ് സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫോർമേറ്റീവ് വീഡിയോകളും നമ്മുടെ ചാനലിലൂടെ അപ്ഡേഷൻ നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.